ആലപ്പുഴ എന്ന് കേൾക്കുമ്പം ഇതല്ലേ നമുക്ക് ഓർമ്മ വരിക? ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ കറി കേര നെമ്മീൻ കറി നെയ്മീന നെയ്മീൻ അത്. ഓ എൻ്റെ മോനെ ഇത് ഹായ് 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 കേരള ഭൂട്ടാൻ നാഗാലാൻഡ് ഡേ 4 എല്ലാവർക്കും സ്വാഗതം. സലാം കാ സുഖമാണോ കിന്നക്കാൻസേ നാഗാലാൻഡ് ഭാഷയാണ്. കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടവർക്കറിയാം നമ്മളുണ്ടായിരുന്നത് കൊടുങ്ങല്ലൂരിലാണ്. അപ്പോൾ യുദ്ധം പുറപ്പെട്ടാലോ എന്നുള്ളൊരു സംശയത്തിൽ ഒരു ദിവസം എല്ലാവരും ഒരു കെയർ എടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിന്നാണ്. ഇന്ന് നമ്മൾ വീണ്ടും നമ്മളെ യാത്ര തിരിച്ച് ആരംഭിക്കുകയാണ്. ഇന്ന് കൊടുങ്ങല്ലൂർ ടു ആലപ്പുഴയാണ് നമ്മളെ യാത്ര. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഇന്നലെ കഴിച്ച പാത്രങ്ങളൊക്കെ നിങ്ങൾ കുക്ക് ചെയ്ത് കണ്ടു കാണും. അതൊക്കെ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ടാണ് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചത്. അക്കീറാണ് കേട്ടോ, ഫുള്ള് വാഷ് ചെയ്ത് ഞാൻ അറിഞ്ഞിട്ട് പോലില്ല. ഹായ് നാഗാലാൻഡ്. ആക്ച്വലി ഐ എം നോട്ട് ടു ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ഐ ക്യാൻ അഡ്ജസ്റ്റ് കരേഗ. സോ വാട്ട് വുഡ് ഐ സേ? Love you all. You guys are amazing. And your guy, Reniana, is a chapri guy. Don't tell anyone, okay? Just kidding. നമ്മളെ പാക്കിംഗ് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മുടെ ഡ്രസ്സുകൾ ഇട്ട് വെച്ച സാധനമല്ലേ, അത് വേണം ഉള്ളിൽ കയറ്റാൻ. ഈ ആദ്യത്തെ ദിവസം പാക്ക് ചെയ്തില്ലേ, ആ പെർഫെക്ഷൻ പിന്നെ കിട്ടൂല കേട്ടോ. മടിമാരായിട്ട് ഇങ്ങനെ ഇതൊക്കെ ഞങ്ങൾ ഇട്ട് അയച്ചിട്ട ഡ്രസ്സാണ്. ഈ പച്ച കളറിൽ കാണുന്നത് എൻ്റെതും ഓറഞ്ച് കളറിൽ കാണുന്നത് കുക്കീറിൻ്റെതാണ്. അടുത്താണ് നമ്മളെ കിച്ചൺ എക്യുപ്മെൻറ്റ്സ് ആണ് കേട്ടത്. മൊത്തം പെർഫെക്റ്റായി അത് പാക്ക് ചെയ്തു. ഇനി വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഇടാറാണ് പതിവ്. നമ്മളിതാ വീട് പൂട്ടി ഇറങ്ങാൻ വേണ്ടി പോവാണ്. അറിയാലോ, ദിസ് ഇസ് മൈ വൈഫ് ഹൗസ്. വേറെ യൂട്യൂബർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ അതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാം. ആർക്കെങ്കിലും നമ്മളെ ഫ്യൂവൽ മൈ ജീപ്പ് എന്നുള്ള ക്യാമ്പയിനിൽ പങ്കെടുക്കണമെങ്കിൽ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. കമോൺ. ഹായ്. ഫസ്റ്റ് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയോ ഫസ്റ്റ് നിങ്ങളാണല്ലോ. വാടാ. പേരെങ്ങനെയാ? സലീൽ. പേര് യാസീനോ? പട്ടച്ചാനെ. പേര് ഇർഫാൻ. ഒരു മിനിറ്റടാ, ഇതൊന്നും ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കട്ടെ. ബാക്കി കീച്ചേൻ തരാം. ബാ. സോ ഗൈസ്, ഫസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 3 കുട്ടി ആരാധകർ. ഇതൊരാൾക്ക് യാസീനാരാ? എന്നാ യാസീൻ തന്നെ. നിനക്ക് റെനി ബ്ലോഗ്സ്. ഓക്കെ, അപ്പം പോയിട്ട് വരാം. എവിടെ വീട്? ഇവിടെ തന്നെയാണല്ലേ. എന്നാൽ പോട്ടെ, കാണാം. വീഡിയോ കാണാറുണ്ടോ? സ്ഥിരം കാണണം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 3 ആളെ എത്തിയിട്ടു. ഇനി നമുക്ക് നേരെ ആലപ്പുഴയ്ക്കുള്ള യാത്ര തുടങ്ങാം. അങ്ങനെ നമ്മൾ റോഡിലോട്ട് കയറിയിരിക്കുകയാണ്. മൊത്തം 2 മണിക്കൂറും 56 മിനിറ്റുമാണ് കാണിക്കുന്നത്. 96 കിലോമീറ്ററാണ്. 11:16 ആകുമ്പോഴത്തേനും നമ്മൾ ആലപ്പി എത്തും എന്നാണ് കാണിക്കുന്നത്. ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിൽ പോയിട്ട് ഒരു ഹൗസ് ബോട്ടിൽ താമസിക്കണം, ഹൗസ് ബോട്ടിൽ കയറി കറങ്ങണം എന്നുള്ളതാണ് നമ്മളൊരു പ്ലാന്. അത് അവിടുത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഉണ്ടാവും. അവിടെ എനിക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ലെറ്റ് സി എന്താണ് സംഭവിക്കുകയെന്നൊന്നും അറിയില്ല. ആദ്യം നമ്മൾ കൊടുങ്ങല്ലൂർ നേരെ എടപ്പള്ളി ആയിരിക്കും അധികം. എന്തായാലും ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോകുന്നത്. അവിടുന്ന് നേരെ ഇങ്ങനെ ചേർത്തല, ആലപ്പുഴ, ഇതാണ് പ്ലാൻ. ഒരു ദിവസം റെസ്റ്റ് എടുത്തപ്പോഴല്ലേ ഒരു രസമില്ല.
ശരിക്കും എന്നും ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണ് രസം. രാവിലെ എണീച്ചിട്ട് ജീപ്പ് എടുത്തിട്ടാണ് പോകണം. അപ്പോഴാണ് അതിൻ്റെ ഒരു വൈബ്. കേട്ടോ ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അതായത് പോക്കറ്റ് റോഡിൽ നിന്ന് കയറും അല്ലേ, ഹോണില്ല, ഒന്നുമില്ല, ഇൻഡിക്കേറ്റർ ഇല്ല, ഒറ്റ ചവിട്ടാണ്. ഇവിടെ ഏതോ ഒരു പാലം ബ്രിട്ടീഷുകാരെ ഉണ്ടാക്കിയ പാലാന്ന് കേട്ടിട്ടുണ്ട്. അത് ഇതല്ല, വേറൊരു പാലം എന്തോ ആണ്. സോ സ്വാഗതം കൊടുങ്ങല്ലൂർ നഗരസഭ. ഇനി നമ്മൾ പിന്നെ നിങ്ങളോട് ചോദിക്കാനുള്ള കാര്യം, നമ്മൾ വീഡിയോസ് എങ്ങനെ എടുക്കണം? നിങ്ങൾക്ക് ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോയിട്ട് നമ്മൾ വീഡിയോസ് എടുക്കണം, അല്ലെ നമ്മളെ യാത്രേൻ്റെ വീഡിയോസ് ഇതുപോലെ കാണിച്ചാൽ മതിയോ? ക്യാമറ ആംഗിൾ ഇത് മതിയോ? ഞാൻ എല്ലാ ദിവസവും വീഡിയോസിൽ ഇത് ചോദിക്കാറുണ്ട്. ആരും ഒരു നല്ല റെസ്പോൺസ് തരലില്ല. പ്ലീസ് ഗൈസ് ഗിവ് എ ഗുഡ് റെസ്പോൺസ്. ഞാൻ ഏത് ആംഗിൾ വെക്കണം എല്ലാം എന്നുള്ളത്. ഓക്കെ, നമ്മളെ ട്രിപ്പിലെ അടുത്ത ജില്ലയിലോട്ട് കിടക്കാൻ വേണ്ടി പോവുകയാണ്. തൃശ്ശൂർ ജില്ലയോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇനി കിടക്കാൻ വേണ്ടി പോകുന്നത് എറണാകുളം ജില്ലയിലോട്ടാണ്. എല്ലാവരും പറയുന്ന പോലെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നും പോയി കാണുന്നില്ല. ഈ പാലം തന്നെയാണ് എൻ്റെ ഒരു അറിവിൽ ബോർഡറായിട്ട് വരുന്നത്. ഈ ഒരു പെരിയാർ റിവറാണ് അപ്പുറത്തുള്ളത്. അതിൻ്റെ നടുവ് കൂടെ പോകണ ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എറണാകുളവും, ഇപ്പുറത്ത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ് പോകുന്നത് തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ. നിങ്ങൾക്കൊരു കോമഡി കാണിച്ചു തരാം. യാത്ര തുടങ്ങിയിട്ട് അരമണിക്കൂറായിട്ട് വെട്ടിയിട്ട വായത്തണ്ട് പോലെ കിടക്കണ കേട്ടോ. യു നാഗാലാൻഡ് പീപ്പിൾ, യു സി വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഹാഫ് ആൻ അവർ ബിഫോർ ദ റൈഡ്. സി യുവർ കുക്കീർ, he is sleeping like a small baby with cooling glass. കുക്കീർ. കൊച്ചിയുടെ ചൂട് അനുഭവിക്കാൻ തുടങ്ങി. ചൂടും പുകയും. നമ്മളിതാ കൊച്ചിയിലോട്ട് ഇങ്ങനെ കയറുകയാണ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഗതം കൊച്ചി പോലീസ് ഫുള്ള് വായിച്ചില്ല. അപ്പോൾ ഫുള്ള് ആൾക്കാർ ഇപ്പം ജോലിക്ക് പോകുന്ന തിരക്കിലാണ്. ബൈക്കേഴ്സിൻ്റെ ഏറും പിടിയാണ്. കാറും അതൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര ത്രില്ലിങ്. കൊള്ളാം. കൊച്ചീൻ്റെ ചൂട് ഞങ്ങൾ അനുഭവിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ചൂട് കൂടി തുടങ്ങി. കുറേ പേര് പറഞ്ഞു ഫാൻ വെച്ചൂടെ. ഗൈസ് ഓൾറെഡി ഈ ജീപ്പിൽ ഫാനുണ്ട്. ഈ ഫാനിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കാറ്റാണ്. ഈ ഫാൻ എടുത്തിട്ട് നമുക്ക് തട്ടിത്തരുന്നത്. അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഭയങ്കര ചൂട് കാറ്റാണ് വരുന്നത്. പിന്നെ ജീപ്പിൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എന്നുള്ള തീരുമാനം നമ്മൾ ആദ്യമേ അറിഞ്ഞിട്ടാണല്ലോ ജീപ്പ് എടുത്തിട്ട് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ അനുഭവിച്ചല്ലേ പറ്റും. ഗൈസ് നമ്മളിങ്ങനെ ചൂടും പുകയെന്നൊക്കെ പറയുമ്പോൾ ചില സമയത്ത് ഞാൻ വിചാരിക്കും എന്തിനാ പറയണേന്ന്. കാരണം കുറേ പേര് മെസ്സേജിട്ട് ചോദിച്ച് പിന്നെ ഈ ജീപ്പിൽ ഞങ്ങൾ കൂടി പോരട്ടെ എന്നുള്ളത്. അതായത് അവരെ കണ്ടില്ലേ നമ്മൾ ശരിക്കും സൂഹിക്കുകയാണ്. യാത്ര പോണ് 4ാമത്തെ തവണ പിന്നെ ഓൾ ഇന്ത്യ കറങ്ങണ്. ശരിയാണ്, ചില സമയത്ത് നമ്മൾ തോന്നിട്ടോ അങ്ങനെ. ചിലവർക്ക് എങ്ങനെയെങ്കിലും യാത്ര ചെയ്താൽ മതി, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയാൽ മതി. പിന്നെ വിചാരിക്കും ബൈക്കിൽ പോകണം, പിന്നെ ജീപ്പിൽ പോകണം. ഞാൻ ജീപ്പിലുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു ഇപ്പോൾ എ സിയിലൊരു ജീപ്പ് കിട്ടിയ സുഖമായിരുന്നു. ഇല്ലാത്തവൻ ഉള്ളത് ഇങ്ങനെ നോക്കും, നമ്മൾ അതിൻ്റെ മേലേക്ക് നോക്കും. നമ്മൾ ഒരിക്കലും താഴോട്ട് നോക്കണില്ല. ഇത് താഴോട്ട് നോക്കിയാൽ എൻ്റെ പ്രശ്നം കഴിഞ്ഞ്. താഴോട്ട് നോക്കിയിട്ട് ഇതിനും കഷ്ടപ്പെട്ടിട്ട് ഓരോരുത്തർ സൈക്കിളിൽ നടന്നിട്ട് എങ്ങനെയൊക്കെ ഓൾ ഇന്ത്യ പോകുന്നുണ്ട്. അതൊക്കെ തന്നെ ഉള്ളൂ. പണ്ട് നമ്മൾ ബൈക്കിൽ 1.5 വർഷത്തോളം ഇറങ്ങി. 1.5 വർഷം ബൈക്കിൽ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ കൂളാണ്. ലക്കീർ ഒന്നും മനസ്സിലായില്ലെങ്കിലും യാ ബ്രോ എന്ന് പറയുന്നുണ്ട്. യു സേ ഐ വിൽ ടീച്ച് യു സംതിങ്. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ ബിലാൽ പഴയ ബിലാലാണ്. ബിലാലാണ്. ദിസ് ഈസ് എ ഫേമസ് ഡയലോഗ് by an actor from Kerala. Mammootty. Not Empuran. Empuran दूसरा. Mammootty which film? Mammootty different. Different. Dulquer Salman papa. Dulquer Salman. Lucky Bhaskar ka papa. Handsome. I look like Dulquer Salman, right? No. 144p minimum.
You like Illuminati? Illuminati. Hey, Fat Fazil. You know that song? Yes. Sing. Illuminati. Illuminati. Na 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 na. Ta-na ta-na-na. Ta-na-na-na-na-na. Ta-na-na-na-na. Any other song? Boy or gang? Malabari gang. നമ്മളെ വണ്ടിക്ക് ഫാസ്ടാഗ് ഇല്ല. ഫാസ്ടാഗ് പുതിയത് വെക്കാനാ. പാൻ കാർഡും ആർ സി ബുക്കും. പാൻ കാർഡ് ഇല്ലെങ്കിൽ ഇത് ഈ ഓണറിന്റെ ആർ സി ബുക്കും പാൻ കാർഡ് അല്ലേ വേണ്ടത്? ആർ സി ബുക്ക് ഇപ്പോൾ ഓൺലൈനല്ലേ, അത് മേടിച്ചാൽ മതിയോ? ഇപ്പൊ തന്നെ ചാലു ആവുമോ? ഇതിവിടെ വെക്കാം. അത് ഞാനൊരു 3 വർഷം മുന്നേ പോയപ്പം അവിടുന്ന് പരിചയപ്പെട്ടത് അവനെ. അപ്പം ഓൻ അവിടെ നാഗാലാൻഡ് ബ്ലോഗർ, ഞാൻ ഇവിടെ കേരളത്തിലുള്ള ബ്ലോഗർ. അപ്പോൾ ഞങ്ങളെ രണ്ടാൾക്കും യാത്ര ചെയ്യാൻ താല്പര്യം, അപ്പോൾ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഫാസ്ടാഗ് ഒട്ടിക്കാൻ വേണ്ടി പോകാട്ടോ. ഓക്കെ No problem now. നോ പ്രോബ്ലം. How much for it? 700. Our first fastag. ഫാസ്ടാഗ്. First tool sorry. ഈ ജീപ്പ് ഏകദേശം Sit. 2007 ഇന്നിപ്പോൾ എത്ര കൊല്ലമായി? 13 വർഷത്തോളമായി. ആദ്യമായിട്ടാണ്, അല്ല 13 അല്ല, 2023 വർഷത്തോളമായി. 23 അത്ര 17 വർഷത്തോളമായി. ദിസ് ജീപ്പ് 17 years old, right? Yeah. Then the first time fastag. I guess right. ആദ്യമായിട്ട് ഫാസ്ടാഗാണ്. So guys. Let's see. We hope it will work, right? Yeah. Okay. ഫാസ്ടാഗ് വർക്ക് ചെയ്ത്. എന്നെ ഉൾപ്പെടുത്തണം. വാ രണ്ടുപേരും എടുക്കുന്നു. കിച്ചൻ ഓക്കെ എടുക്കാം. പരിപാടി ഇങ്ങനെ പോന്നു ഉഷാറായിട്ട്. എങ്ങനെ റെക്കോർഡാണോ? റെക്കോർഡാ. അതും കുഴപ്പമില്ല. കമോൺ. ഇനി ആ റോഡ് നേരെ വിടുക. അവിടുന്ന് അങ്ങോട്ട് നേരെ വിട്ടു. ആണോ? ആലപ്പുഴക്ക് പോകുമ്പോൾ പാടാ. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും. ചെക്ക്. So we have. എന്നാ പോയിട്ട് വരാം. Saturday again. നമ്മൾ എവിടുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതെന്ന് കണ്ടതാ. വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കും, ഇത് അപ്ലോഡിന് ഇട്ടിക്കണ്. ഇത് എപ്പോൾ ആകും എങ്ങനെയാവുന്നൊന്നും അറിയില്ല. ചൂടും പുക എടുത്തിട്ട് നമ്മൾ വേർത്തൊന്നും ശരിക്കും നിങ്ങൾക്ക് കാണലുണ്ടാവില്ല അല്ലേ? സഹിക്കാൻ വയ്യ. റോഡ് പണിയും അതിൻ്റെ ഇടയ്ക്ക് ചൂടും പുകയും മൊത്തം കൂടി ആയിട്ട് ഭ്രാന്ത് പിടിക്കും. ഫുള്ള് ബ്ലോക്കിൽ കിടക്കട്ടെ ഞങ്ങൾ. ഫൈനലി വി ആർ റീച്ചിങ് ആലപ്പുഴ ടൗൺ. ആലപ്പുഴ ടൗണിലോട്ട് നമ്മൾ കയറുകയാണ്. ആലപ്പുഴ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. കാരണം ഇവിടുത്തെ ഫുഡും ആ കള്ളുഷാപ്പ് പോയി കഴിക്കുന്ന ഫുഡും ആ കനാലും പിന്നെ ഹൗസ് ബോട്ടും. ഇന്നേ ഒരു ഹൗസ് ബോട്ടിൽ കയറിയിട്ടില്ലെങ്കിലും എല്ലാ വട്ടവും ഞാനില്ല ആലപ്പുഴ വരുമ്പോൾ ഇങ്ങനെ ഹൗസ് ബോട്ട് കയറണം എന്നിങ്ങനെ വിചാരിക്കും. പക്ഷെ ഇവിടെ എത്തുമ്പം ഒട്ടിക്കത്തെ പൈസ കാരണം കയറാൻ തോന്നുമില്ല. കാരണം നമ്മൾ ചെക്കന്മാർ ഫ്രണ്ട്സായിട്ടായിരിക്കും ഇവിടെ അധികം വരിക. അപ്പോൾ അവരെയും കൊണ്ട് വരുമ്പം ഈ പൈസ കേൾക്കുമ്പോൾ തന്നെ ചെക്കന്മാർ പറയും വാടാ നമുക്ക് പിന്നൊരിക്കൽ കയറാമെന്ന് പറയും.
അതുകൊണ്ട് ഇതുവരെ കയറിയിട്ടില്ല. പക്ഷേ ഈ വട്ടം അക്കീർ പറയുന്ന ഇങ്ങനെ ഹൗസ് ബോട്ടിൽ താമസിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അക്കീർ ഇസ് വെരി റിച്ച്. അതുകൊണ്ട് What? നോ യു വാണ്ട് ടു സ്റ്റേ ഇൻ ഹൗസ് ബോട്ട് റൈറ്റ് ടുഡേ? Yes, because you are rich. നോ നോട്ട് മീ, യു. അപ്പോൾ നമ്മളിതാ, എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്, ഷിനാസ് എന്നാണ് പേര്. ഞങ്ങൾ പണ്ട് ലഡാക്കിൽ പോയപ്പം 2018 ലഡാക്കിൽ പോയപ്പോൾ പരിചയപ്പെട്ടാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ ഫ്രണ്ടായിട്ടിരിപ്പുള്ള 7 വർഷമായി. അപ്പം ഓൻ്റെ വീട് ഇവിടെയാണ്. നമ്മൾ അവൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അവൻ്റെ വീട്ടിലോട്ടല്ല, നമ്മൾ ആദ്യം ഓൻ്റെ ഒരു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ബാക്കി നമുക്ക് അവിടെ നിന്ന് തീരുമാനിക്കുക എന്നുള്ളത്. ആലപ്പുഴ നല്ല ആൾക്കാർ കേട്ടോ, കുറേ പ്രായമായിട്ടുള്ള ആൾക്കാരും ഒരു വെറൈറ്റി രസമാണ് ആലപ്പുഴയ്ക്ക്. അപ്പം ഇനി ഇവിടുന്ന് എവിടെയൊക്കെ കാണാൻ വേണ്ടി പോകുന്നൊക്കെ നമ്മൾ ഷിനാസ് പറയുന്ന പോലെ നമ്മൾ പോകും. ആലപ്പുഴ പട്ടണത്തിൽ തന്നെ ആലപ്പുഴ എന്ന് കേൾക്കുമ്പം ഇതല്ലേ നമുക്ക് ഓർമ്മ വരിക, ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഏരിയയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഹൗസ് ബോട്ടിലല്ല നിൽക്കുന്നത്, പകരം ഇവിടെയാണ് നിൽക്കുന്നത് ഗൈസ്. നമുക്ക് നോക്കട്ടെ, നമുക്ക് ഹൗസ് ബോട്ട് കയറാൻ പറ്റുമെങ്കിൽ നമ്മൾ കയറും. നോക്കാം, ലെറ്റ്സി. എൻ്റെ മോനെ. സോ ദിസ് ഈസ് ആലപ്പുഴ. ഓക്കെ, നൈസ്, അടിപൊളി. ഇത് കണ്ടപ്പോൾ നൈസായിട്ട്. സ്റ്റേ ഫോർ 2 നൈറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിൽ വന്നിട്ട് ഇതാ ഇവിടെയാണ്. നമ്മളെ ഷിനാസിക്ക് എടുത്തു തന്ന റൂമാണ്. ഞാൻ പറഞ്ഞ ഹൗസ് ബോട്ടിലേക്ക് ഷിനാസ് പറഞ്ഞ് ഹൗസ് ബോട്ടൊന്നും വേണ്ട, വലിയ രസമല്ല. അത് നമുക്ക് നാളെ നോക്കാം. ഇന്നിതാ വ്യൂ നോക്കിയോ. വൺ ഓഫ് ദി ഹൗസ് ബോട്ടുകൾ ഇതാ അങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. I think I think it's the best view I've ever seen in my life. റിയലി റൈറ്റ്. ഹൗസ് ബോട്ട് ഓക്കെ, ഹൗസ് ബോട്ട് ഇതാ പറന്ന് വരുന്നുണ്ട്. വിൽ ട്രൈ മേ ബി ടുമാറോ വിൽ ട്രൈ. Okay. I'm so lost now, I cannot even speak. ഇവ കൊണ്ടുവന്ന് നിർത്തണം. നോക്ക് എന്ത് സെറ്റപ്പിലാണെന്നുള്ളത്. ഇനി നമുക്ക് ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓനൊന്ന് പുറത്ത് പോയതാ. ഓൻ പോയി നമ്മളൊന്ന് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേനും ഓൻ വരും. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഒരു കിഡിലൻ ഫുഡ്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ലഞ്ച് കഴിച്ചിട്ടില്ല, സമയം ഇപ്പോൾ 1:30 ഇനി പോയിട്ട് അവൻ വന്നിട്ട് വേണം നമുക്ക് ഒരു കിഡിലൻ ലഞ്ച് കഴിക്കാൻ. വൺ സെറ്റപ്പോട് കൂടി, അതായത് ആലപ്പുഴ സ്റ്റൈലിൽ. എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മണിയായി ഗൈസ്, 4 മണി. ഇന്ന് രാവിലെ മുതൽ ഇതുവരെ ഒരു സാധനം ഞങ്ങൾ കഴിച്ചിട്ടില്ല. വാട്ട് വി ഈറ്റ് ടുഡേ നത്തിങ് റൈറ്റ്. ഒരു ചെറിയൊരു ബോട്ടിൽ വെള്ളം, കുറച്ച് കടല, അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ആലപ്പുഴ വന്നിട്ട് നല്ല ഷാപ്പ് പോലത്തെ നല്ല ഷാപ്പ് പോലത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ള എന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം റോഡ് ബ്ലോക്കാണ്, ഷിനാസ് മുന്നിലുണ്ട്. എന്നിട്ട് ഇതുവരെ വിശന്നിട്ടില്ല കേട്ടോ, എന്തുകൊണ്ടാണ് അറിയില്ല. എനിക്ക് വിശപ്പ് പോയതാണോ എന്താ അറിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കഴിക്കാൻ. ഷിനാസ് പറഞ്ഞ ഒരു നല്ല കിടിലൻ സ്പോട്ട് ഉണ്ട്, അവിടെ പോകാമെന്ന് പറഞ്ഞു. ലെറ്റ്സ് ഗോ. നമ്മളിതാ ഫുഡ് തപ്പിയിട്ടുള്ള പോക്കാണ്. ഇതല്ലല്ലോ, ഒരു കള്ളി ഷാപ്പ് കണ്ട് ഞങ്ങൾ വിചാരിച്ച് അതാണെന്നുള്ളത്, അതല്ല. സോ മുന്നിൽ പോണതാണ് നമ്മളെ ചെറുക്കന്മാർ. RTO മുന്നിൽ പോകുന്നവൻ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. ഹെൽമെറ്റ് കയ്യിലുണ്ടായിട്ട് പോലും ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. അവന് ഫൈൻ എഴുതി കൊടുക്കണം. എൻ്റെ കൂട്ടുകാരനാണ്, അതിലൊന്നും കാര്യമില്ല. ഫൈന് നമ്മളവന് ഇട്ട് കൊടുക്കണം. നല്ല വാഴത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോണേ. പക്ഷെ അപ്പുറത്ത് കായലും ഇപ്പുറത്ത് വാഴത്തോട്ടമാണ്. നല്ല ഭംഗിയുണ്ട്, നെല്ലും വാഴയും എല്ലാം കൂടി ആയിട്ട് നല്ല ഒരു ആലപ്പുഴയുടെ വൈബ് തന്നെ ആസ്വദിച്ച് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ അവിടെ എത്തിയതിന് ശേഷം ചോദിച്ചു തരാം കേട്ടോ, എക്സാക്ട്ലി എവിടെയാണെന്നറിയില്ല. ദിസ് ഈസ് ഫ്ലോട്ടിംഗ് വില്ല. Floating villa, we have a floating villa. I just kidding, okay? I don't know, it's maybe floating villa. No, floating house. Floating house. Yeah. I guess finally we have reached the spot. But too many people. Yeah. What can I do? They want to take photos also. There is one more line. Yay. സോ ഗൈസ്, ഫൈനലി നമ്മൾ നമ്മളെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ ഒന്ന് കണ്ടുപിടിക്കുന്നു, അവിടെ ഇരിക്കുന്നു. യെസ്, ഫൈനലി നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്.
ആദ്യം തലക്കറി. ഇതും തലക്കറി. ബ്രോന് ഇതിൻ്റെയൊക്കെ പേരറിയോ? ഇത് കാളാഞ്ചി മപ്പാസ്, പിന്നെ കാളാഞ്ചി ഫ്രൈ ഉണ്ട്, കാളാഞ്ചി പൊള്ളിച്ചുണ്ട്. കാളാഞ്ചി എന്ന് പറഞ്ഞാൽ മീനാണോ? ഓക്കെ ഓക്കെ. പിന്നെ ഇത് ചെറുമീൻ കറി. ഇത് കേര. ഇത് നെമ്മീൻ കറി. നെയ്മീനാ? നെയ്മീൻ അത്. പിന്നെ ഇത് വറ്റ. ഇത് കാളാഞ്ചി. പിന്നെ ആറ്റുവാളക്കറി, വരാൽ കറി, വരാൽ ഫ്രൈ ഉണ്ട്, വരാൽ പൊള്ളിച്ചുണ്ട് കറി, അത് ലൈവായിട്ട് എടുക്കും. പിന്നെ താറാവ് മപ്പാസ്, ഇത് പൊടിമീൻ ഫ്രൈ, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, പോത്തുറ, ചെമ്മീൻ ഫ്രൈ, ഇത് ചെമ്പല്ലി, കക്കാറച്ചി, ഇത് കരിമീൻ പൊള്ളിച്ചുണ്ട് വേറെ. പിന്നെ പള്ളത്തി ഫ്രൈ, നീരാളി, നാടൻ കോഴിക്കറി, കാരി ഫ്രൈ, മീൻമുട്ട, കൂന്തൽ, ചെമ്മീൻ റോസ്റ്റ്, പോർക്ക് ഫ്രൈ, താറാവ് റോസ്റ്റ്, ഇത് കടൽഞ്ഞണ്ട്, ബീഫ് ലിവർ, പിന്നെ മീൻ പീര. ഇത്രയുണ്ട്. പിന്നെ കാച്ചിലും ചേമ്പ്, മധുരക്കിഴങ്ങ്, കപ്പ. പുള്ളി മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പം ഇനിപ്പാ എന്ത് വേണം എന്നുള്ളത് ഓർഡർ തീരുമാനിക്കും. എനിക്കെന്ത് ആദ്യം നാഗാലാൻഡുകാരനല്ലോ. വാട്ട് യു വാണ്ട് ട്രൈ? സി tell me. Which one? What fish? Fish, yeah, which fish? Actually I don't eat fish, so I will go for chicken, താറാവ്. അത് ഇതെന്താ സാധനം? താറാവ് മപ്പാസ്. എന്നാൽ ഒരു താറാവ് മപ്പാസ്. പിന്നെ കരിമീൻ വേണ്ട. കരിമീൻ എന്തുവാ ഉള്ളത്? കരിമീൻ ഫ്രൈ ഉണ്ട്, കരിമീൻ പൊള്ളിച്ചതുണ്ട്. ഏതാ ബെറ്റർ? എന്താ റേറ്റ് പറഞ്ഞത്? 350 രൂപ സ്റ്റാർട്ടിങ്. അത് നമ്മൾ സെലക്ട് ചെയ്യല്ലോ, നിങ്ങൾ സെലക്ട് ചെയ്യുക? പിന്നെ ഇത് ബീഫ്. ഇത് ഒരെണ്ണം പോത്ത് വറ. എന്താ സാധനം? അത് ഒരെണ്ണം. Which one? Akir, you want this? This is a speciality in Alappuzha. You want to try this one? അത് ഒരെണ്ണം. You want this? ഇത് ഒരെണ്ണം. ഇപ്പോൾ അവനത് കഴിക്കായിട്ടൊരു വിഷമം വേണ്ട. ഏതാ ബെറ്റർ? ആണോ? ഫ്രൈ. You want to prawns or crab? ഇത് സി വിൽ ബി ബെറ്റർ. അതൊരെണ്ണം. എത്ര വെറൈറ്റി ടോട്ടൽ ഉണ്ട്? 50, മോർ ദാൻ 50 പ്ലസ്. പിന്നെ പോർക്കാണ്. പോർക്ക്. യു വാണ്ട്? അത് ഒരെണ്ണം. അത് ഓന് വേറെ തന്നെ വെച്ചേക്കേ. ഒരു പോർക്ക് ഫ്രൈ. അത് സെപ്പറേറ്റ് പറഞ്ഞു തരണം പോർക്കാണെന്നുള്ളത്. ഞാൻ കാക്ക, ഈ അച്ചായന, അതാണ് വ്യത്യാസം. നത്തിങ്. പിന്നെ കഴിക്കാൻ കപ്പയില്ലേ? കപ്പയുണ്ട്, കള്ളപ്പമുണ്ട്, പൊറോട്ട ഉണ്ട്. എന്നാ നോ പ്രോബ്ലം. ദെൻ കപ്പ. റൈസ് ഉണ്ടോ? റൈസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റൈസ്. യു വാണ്ട് റൈസ്? വൺ ഒരു റൈസ്, പിന്നെ 2 കപ്പയും, പിന്നെന്താ ഉള്ളത്? കള്ളപ്പം, പാലപ്പം, പൊറോട്ട, പുട്ട്. പാലപ്പം വെച്ചു. അപ്പോൾ തൽക്കാലം എത്ര മതി? ഒറ്റ സെറ്റ് എടുത്ത്. കപ്പ, താറാവ്, എല്ലാ ഐറ്റംസ് ഉണ്ട്. ഓ എൻ്റെ മോനെ, ഇത് വൈബ് ഏരിയയാണ്. പിന്നെ ഒരു നാഗാലാൻഡിൽ എന്ത് അനങ്ങിയാലും അതിനെ പിടിച്ച് കഴിക്കുന്നവനാ. കഴിച്ച് എല്ലാത്തിൻ്റെ ഓരോ ടേസ്റ്റ് പറയണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇതാ കപ്പ എടുത്തിട്ടുണ്ട്. ആദ്യം മീൻ കറി പറഞ്ഞിട്ടില്ല, ബീഫ്. ബീഫ്. കൊള്ളാം. നിനക്ക് വായിൽ വരുന്നുണ്ടാ? നീ ഇവിടുത്തുകാരനല്ലേ?
എടുക്ക് ഇതെന്താ നോക്കിയിരിക്കുന്നു. Tanah rice. ബീഫ് എടുക്ക്. So this is the beef slice. നീ കൂന്തൽ Song is okay. This is the beef slice, guys. See. മാരക സാധനം. This rice is not enough for me today. I know. ഇത് ബീഫിന്റെ എന്തോ ആണ്, വരലോ എന്തോ പറഞ്ഞു. You want? I just bought it there. Earlier. And I think Karimeen I just fry. take it once, okay? This is pork, right? അത് The most favorite pork. കരിമീൻ തന്നെ കേട്ടോ, ഒരു ടേസ്റ്റും ഇല്ല. അല്ല എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും മീൻ. Oh, guys, after 2 months, guys. ആണല്ലേ, കരിമീൻ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. Guys. After 2 months eating pork. എന്ത് പാലപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇതിലിപ്പോൾ ബാക്കി വന്നത് ഇതാ ഞണ്ടിൻ്റെ ഇത് മാത്രമാണ്. So 3 cup rice. ബാക്കിയെല്ലാം ഇതാട്ടോ, ഇതാണ് നമ്മളെ മധുച്ചേട്ടൻ. ഇവിടുത്തെ ഓളിനോൾ എല്ലാ പരിപാടികളും എല്ലാ പരിപാടിയും. ഇതിപ്പോ എത്ര വർഷം ഇവിടെ? നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ 1 വർഷമാകും. അല്ല ഈ ഇത് 10-12 വർഷമായി. അത്രയായില്ലേ? മഴക്കാലത്ത് വെള്ളം കയറും ഇവിടെ? മഴക്കാലത്തൊക്കെ ചെറുതായിട്ടൊക്കെ വെള്ളം കയറും. നല്ല വെള്ളമാണ് കയറും. എത്ര മണി വരെ ഉണ്ട് ഇതിപ്പോ ഷോപ്പ്? 10-9 മണി വരെ. രാവിലെ എത്ര മണി മുതൽ? രാവിലെ 10 മണിക്ക് ഓപ്പണാകും. 10 to 10 ഉണ്ടാവും. ഓക്കെ. ഈ ഷാപ്പിന്റെ പേര് ഇത് ആറ്റുമുഖം. പാലക്കാട് ടൗണിൽ നിന്ന് എത്ര, അല്ല ആലപ്പുഴ ടൗണിൽ നിന്ന് എത്ര ഉണ്ട് ഇങ്ങോട്ട്? ആലപ്പുഴ ടൗണിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ. 15 കിലോമീറ്ററിനാണ്. അപ്പോൾ ആറ്റുമുഖം എന്ന് ഇട്ടാൽ മതി ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് എടുക്കും. ആറ്റുമുഖം. ഓക്കെ. അപ്പം ഇവിടെ വരികയാണെങ്കിൽ നല്ല കിട്ടിലൻ ഫുഡ് കിട്ടും. ആറ്റുമുഖം എന്നാണ് ഈ ഷാപ്പിൻ്റെ പേര് കേട്ടോ. സോ മധുവേട്ടാ, അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. മധുവേട്ടന് ഞങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആയി, ഞങ്ങൾ ഇത്രയും ദൂരം എങ്ങനെ ഇതിൽ പോകും എന്നുള്ളത്. ഷെഫായിട്ട് കൂടുന്നോ? എന്നാ പോയിട്ട് വരാം. സോ ഗൈസ്, നമ്മളെ ഷാപ്പിൻ്റെ പുറത്ത് നിർത്തിയാണ്. കിടിലൻ വ്യൂ. ഞാൻ ജീപ്പിൻ്റെ മുകളിൽ നിന്നിട്ടാ വീഡിയോ എടുക്കുന്നത്. സോ ഗൈസ്, ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ തിരിച്ച് പോവാണ്. അടിപൊളി. ആലപ്പുഴയിലൊക്കെ വരുമ്പം ഈ ഒരു വൈബ് പിടിച്ചിട്ടില്ലെങ്കിൽ അത് രസം ഉണ്ടാവില്ല ഗൈസ്. ഒരു 1.5 വൈബാണ്. സ്ഥലം നോക്കി ഇങ്ങോട്ടേക്ക് ഭയങ്കര രസം. സൺസെറ്റ് ടൈമാണ്, വേറെ ലെവല്. ഞാൻ ജീവിതത്തിൽ ഇത്ര നല്ല എത്രയോ രാജ്യത്ത് പോയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു വൈബുള്ളത് അത് ആലപ്പുഴ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു വലിയ പൊക്കിയടിക്കല്ല ആലപ്പുഴനെ, എന്നാലും ഇത് വേറെ തന്നെ ഒരു വൈബാണ്. വണ്ടിയൊക്കെ ഓടിക്കാണ്ടല്ലോ, എന്ത് രസമാണ്. എൻജോയ് ചെയ്ത് ഇങ്ങനെ ഓടിച്ചിട്ട് ഇങ്ങനെ പോവാം. എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. വീഡിയോ എൻ്റെക്കിനായിട്ട് മുന്നിലുള്ള ചടങ്ങുണ്ടല്ലോ. നമ്മുടെ മൊത്തം ചിലവ് ഇന്നത്തെ 4280. ഫാസ്റ്റാഗ് എടുത്തത് 700, ഫാസ്റ്റാഗ് റീചാർജ് ചെയ്തത് 1000, ഫുഡിന് 2580 രൂപ ഗൈസ്. അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ നമ്മളെ ചിലവ്. സോ ഏറ്റവും വലിയ പ്രശ്നം അതൊന്നുമല്ല, യുദ്ധ സാഹചര്യമാണ്. അപ്പം യാത്ര തുടരണമെന്നൊക്കെയുള്ളൊരു ടെൻഷനിലാണ്. മേലോട്ടേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന്. നമ്മളെ കേരളത്തിലൊന്നും ഇവിടെ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് എന്നൊക്കെയാണ് ന്യൂസുകാരെ വിശ്വസിക്കാനും പറ്റുന്നില്ല. അവരൊന്ന് ആദ്യം ഒന്ന് പറയും, പിന്നെ വേറെ എന്തൊക്കെയോ പറയും. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിൽ ചെല്ലാൻ പറ്റുന്ന ഡിസ്റ്റൻസിലാണ് ഉള്ളത്. ഞാൻ അക്കീറില്ല. അപ്പം നോക്കട്ടെ, നിങ്ങളും പറയും. ഇപ്പം നാളെ ഈ വീഡിയോ വരുമ്പോഴത്തേനും എന്തൊക്കെയാണ് ഇവിടെ പിന്നെ സംഭവിക്കണത് ഇന്ത്യയിലും പാകിസ്ഥാനിലും എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആ അനുസരിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമ്മളെന്താ ചെയ്യേണ്ടത്? യാത്ര തുടരണോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ അത്രത്തോളം മൂത്തിട്ടൊന്നുമില്ല. ഇന്ത്യനെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ മാത്രമൊന്നും ചെറുത് അവിടെ ഇവിടെയൊക്കെ പിന്നെ ബോർഡറിലിടും. എന്നാലല്ലേ ഇന്ത്യക്ക് ആ പേര് മുന്നിട്ട് 2 പൊട്ടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം
അത് ആ രീതിയിൽ പോവും എന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ദിവസം 2 കൂടുതൽ പൊട്ടൽ കിട്ടുമ്പോൾ ഒരു നിർത്തി പോയിക്കോളും. അപ്പോൾ നമ്മൾ യാത്ര ഒന്നും നിർത്തണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.